കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ബീഫും കപ്പയും വെച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ബീഫ് ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പയും ഇവിടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പേനെ നമ്മുടെ ബീഫിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കപ്പേനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകം അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാനിത് ഫ്രോസണായിട്ട് സൂക്ഷിച്ച് വെച്ചായിരുന്നു കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്കത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കപ്പ ഇറച്ചി വെച്ചതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇറച്ചി വെച്ചതിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ഇറച്ചി വെച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉള്ളി ഇതുപോലെ അരിഞ്ഞ് അതിൻ്റെ മുകളിലോട്ടിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.